ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഗലാത്യക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇത്തവണ. ഒന്നാമത്തെ ചോദ്യം, 5-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 26 വാക്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ക്രിസ്തു നമ്മെ എന്തിലേക്കാണ് മോചിപ്പിച്ചത്? ഉത്തരം സ്വാതന്ത്ര്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് പൗലോസ് ഗലാത്യരോട് സ്ഥിരതയോടെ നിൽക്കുവാൻ പറയുന്നത്? ഉത്തരം കാരണം ക്രിസ്തു അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചിരിക്കുന്നു. നാലാമത്തെ ചോദ്യം, പൗലോസ് അവരോട് എന്തിനു നിങ്ങൾ വിധേയരാകരുത് എന്നാണ് പറയുന്നത്? ഉത്തരം അടിമത്തത്തിന്റെ നുകത്തിന്. അഞ്ചാമത്തെ ചോദ്യം, ഗലാത്യർക്ക് ക്രിസ്തു പ്രയോജനപ്പെടാതെ വരുന്നത് എപ്പോഴാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം അവർ പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു അവർക്കൊന്നിനും പ്രയോജനപ്പെടുകയില്ല. ആറാമത്തെ ചോദ്യം, ക്രിസ്തു അവർക്ക് പ്രയോജനപ്പെടാതെ വരുന്നത് എപ്പോഴാണ്? ഉത്തരം അവർ പരിച്ഛേദനം സ്വീകരിച്ചാൽ. ഏഴാമത്തെ ചോദ്യം, പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും പൗലോസ്ലീഹ എന്താണ് പറയുന്നത്? ഉത്തരം അവൻ നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടവനാണ്. എട്ടാമത്തെ ചോദ്യം, ആരാണ് നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടവൻ? ഉത്തരം പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും. ഒൻപതാമത്തെ ചോദ്യം, ഗലാത്യരുടെ ക്രിസ്തുവിനോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് എപ്പോൾ? ഉത്തരം നിയമത്തിലാണ് തങ്ങൾ നീതീകരിക്കപ്പെടുന്നതെന്ന് അവർ കരുതുമ്പോൾ. പത്താമത്തെ ചോദ്യം, നിയമത്തിലാണ് തങ്ങൾ നീതീകരിക്കപ്പെടുന്നതെന്ന് പരിച്ഛേദിതൻ കരുതുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ക്രിസ്തുവുമായുള്ള അവരുടെ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. 11ാമത്തെ ചോദ്യം, അവർ എന്തിൽ നിന്നാണ് വീണു പോകുന്നത്? ഉത്തരം കൃപാവരത്തിൽ നിന്നും. 12ാമത്തെ ചോദ്യം, പൗലോസും കൂടെയുള്ളവരും എന്തിന്റെ പ്രത്യാശയിലാണ് കാത്തിരിക്കുന്നത്? ഉത്തരം പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയിൽ. 13ാമത്തെ ചോദ്യം, എങ്ങനെയാണ് നീതി ലഭിക്കുന്നതെന്നാണ് പൗലോസ് പ്രത്യാശിക്കുന്നത്? ഉത്തരം പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി. 14ാമത്തെ ചോദ്യം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എന്ത് കാര്യമാക്കുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമാക്കുന്നില്ല. 15ാമത്തെ ചോദ്യം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്താണ് സുപ്രധാനമായ കാര്യം? ഉത്തരം സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സുപ്രധാനം. 16ാമത്തെ ചോദ്യം, എന്തിനെ അനുസരിക്കുന്നതിൽ നിന്നാണ് ഗലാത്യക്കാർ തടയപ്പെട്ടത്? ഉത്തരം സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്നും. 17ാമത്തെ ചോദ്യം, ഈ പ്രേരണ ഉണ്ടായത് ഏതായാലും നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല, ഏതു പ്രേരണ? ഉത്തരം സത്യത്തെ അനുസരിക്കാതിരിക്കാനുള്ള പ്രേരണ. 18ാമത്തെ ചോദ്യം, ആരാണ് ഗലാത്യരെ വിളിച്ചത്? ഉത്തരം യേശു ക്രിസ്തു. 19ാമത്തെ ചോദ്യം, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. ഈ വാക്യത്തിന് സമാനമായ വാക്യം എവിടെയാണ് കാണുന്നത്? ഉത്തരം 1 കൊറിന്തോസ് 5-ാം അധ്യായം 6-ാം വാക്യം. 20ാമത്തെ ചോദ്യം, ഇവിടെ അല്പം പുളിപ്പെന്ന് പൗലോസ് ഉദ്ദേശിച്ചത് ആരെക്കുറിച്ചാണ്? ഉത്തരം സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്നും ഗലാത്യക്കാരെ തടയുന്നവരെ കുറിച്ച്. 21ാമത്തെ ചോദ്യം, പൗലോസിന് ഗലാത്യരെ കുറിച്ചുള്ള ഉത്തമ ബോധ്യം എന്താണ്? ഉത്തരം അവർ ആരും പൗലോസിന്റെ വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായി യാതൊന്നും ചിന്തിക്കുകയില്ലെന്നുള്ള ഉത്തമ ബോധ്യം. 22ാമത്തെ ചോദ്യം, ആർക്കാണ് ശിക്ഷ ലഭിക്കുന്നത്? ഉത്തരം ഗലാത്യക്കാർക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നവർക്ക്. 23ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് പൗലോസ് താൻ ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത്?
ഉത്തരം പരിച്ഛേദനത്തിന് അനുകൂലമായി പ്രസംഗിക്കാത്തതുകൊണ്ട്. 24ാമത്തെ ചോദ്യം, പരിച്ഛേദനത്തിന് അനുകൂലമായി താൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ എന്തുണ്ടാകുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്? ഉത്തരം കുരിശിന്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല. 25ാമത്തെ ചോദ്യം, പരിച്ഛേദനത്തിന് അനുകൂലമായി പ്രസംഗിക്കാത്തതുകൊണ്ട് പൗലോസ് നേരിടുന്നത് എന്താണ്? ഉത്തരം പീഡനങ്ങൾ.